നമസ്തേ, എല്ലാവർക്കും പ്രണാമം. ഹാപ്പി ബ്ലോഗ്സിൻ്റെ പുതിയൊരു ക്ഷേത്രയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് 1000-ലേറെ വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്ര ശ്രീകോപുരത്തിൻ്റെ മുന്നിലാണ്. ഈ ക്ഷേത്ര ഗോപുരത്തിൻ ഐതിഹ്യത്തിലേക്ക് നമ്മൾ എല്ലാവരും ദയോടെ കാതോർക്കാം. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂതഗണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഒന്നിലധികം തളീക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും അതിൻ്റെ മൂലസ്ഥാനമായ പട്ടാമ്പിയിൽ സ്ഥിതി ചെയ്യുന്ന തളീക്ഷേത്ര ശ്രീകോവിലിൻ്റെ മേൽഗോപുരമാണെന്നും ഈ കട്ടിൽമാടം ശ്രീകോപുരത്തിൻ്റെ ഐതിഹ്യം. ഈ ശ്രീകോപുരം ഭൂതഗണങ്ങൾ പട്ടാമ്പി തളി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും വഴി സൂര്യോദയം ഉണ്ടായി എന്നും അതിനാൽ ഈ ശ്രീകോപുരം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നും മറ്റൊരു ഐതിഹ്യമുണ്ട് ഈ കട്ടിൽമാടം ശ്രീകോപുരത്തിന്. ഈ ശ്രീകോപുരം സ്ഥിതി ചെയ്യുന്ന കൂട്ടുപാതയിൽ നിന്നും 600 മീറ്റർ മാറി ഹൈവേ വഴിയോരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ശ്രീകോപുരത്തിൻ്റെ അഴകാർന്ന ഭംഗിയും അതിമനോഹരമായ ശില്പകലയും ചേർന്ന ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ശ്രീകോപുരത്തിന്. ഈ ക്ഷേത്രം ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഉള്ളത്. ഈ ശ്രീകോപുരം പുരാവസ്തു ഗവേഷകർ നോക്കി സ്ഥിരീകരിച്ചപ്പോൾ ഇത് ചോള പാണ്ഡ്യ രാജവംശ നിർമ്മിതികളുമായി ഒരു ബന്ധം കാണുന്നു എന്നും അവർ സ്ഥിരീകരിച്ചു. ഈ ഗോപുരത്തിൻ്റെ ശിലാനിർമ്മാണങ്ങൾ നോക്കിയാണ് അവർ പറയുന്നത്. ഇതുവഴി പോകുമ്പോൾ ഒന്ന് ഇറങ്ങി കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത്. കൗതുകം തോന്നുന്ന ഒരു നല്ലൊരു കാഴ്ച. ഇതൊക്കെയാണ് പ്രകൃതിയിലെ ഒരു പ്രകൃതിയിലെ ഒരു മനോഹരമായ കാഴ്ചകൾ എന്നൊക്കെ പറയില്ലേ. അത്രയും ഭംഗിയാർന്ന ഒരു ശ്രീകോപുരം ഇവിടെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. പട്ടാമ്പി തളി ക്ഷേത്രത്തിന് ശ്രീകോവിൽ വേറെ പണിയുകയും ഇത് ഇവിടെ തന്നെ അങ്ങനെ ഉപേക്ഷിച്ച മട്ടിൽ കിടക്കുകയും ചെയ്തു. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഇതിന് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ഇതിനെ കേടുപാടുകൾ വരുത്താൻ നോക്കുകയും അതിന് പുറത്ത് ഇവിടെ കളക്ടർ ഉത്തരവിട്ടു ഈ ക്ഷേത്രഗോപുരം കേടുപാടുകൾ വരുത്തുകയോ മറ്റു എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ അവർക്ക് ശിക്ഷാർഹം ഉണ്ടാവുന്നതാണ് എന്നുള്ളൊരു ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ക്ഷേത്ര പുരാവസ്തു വകുപ്പിൻ്റെ കയ്യിലായതുകൊണ്ട് ഇപ്പോൾ ഇത് സേഫാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ഷേത്രയാത്രയുമായി കാണുന്നതുവരെ നന്ദി, നമസ്തേ.